പറയുന്നുണ്ട് ഷിഹാബ് തെളിവുകൾ പുറത്തു വിടുന്നില്ല. എന്താണ് വിടാത്തേ? ഇനി വിടാനുള്ള വേറെ സാധനങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതെന്താന്നുള്ളത് മാജിക് പ്ലാനറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഷാജഹാൻ സാർ പറഞ്ഞ പോലെ കേസുകളുമായി ബന്ധപ്പെട്ട് പലരും പറയുന്ന കാര്യങ്ങളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് തന്നെ എന്താണ് ഭയങ്കര മോശമാണത്. നമുക്ക് ആ സ്ഥാപനം പൂട്ടി പോകണമെന്നൊന്നും ആഗ്രഹമില്ല. നമ്മൾ തെറ്റ് അവർ അഡ്മിറ്റ് ചെയ്യണമെന്ന് മാത്രമേ. അതായത് ആ പേഴ്സണലി മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തി ഇവരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടോണും പുറമേന്ന് കാണുമ്പോൾ നമ്മൾ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രം ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം വർഷങ്ങൾക്ക് ശേഷം സെൽഫ് എക്സ്പീരിയൻസ് ഷിഹാബ് വന്ന് ഒരു സ്ഥലത്ത് 2 സ്ഥലത്ത് 3 സ്ഥലത്ത് പറയുമ്പോൾ അതിലൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടായതിനു ശേഷം വരുന്ന ഒരു ഓവർഫ്ലോയിൽ സംസാരിക്കുന്നതാണ് എന്നും അതിൽ ചിലപ്പോൾ പറഞ്ഞ സിറ്റുവേഷനോ ഡേറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും മൈനർ മിസ്റ്റേക്കുകൾ വരാമെന്നും മനസ്സിലാക്കാൻ മാത്രം ഒരു കോമൺ സെൻസ് വേണ്ട ഒരു മനുഷ്യൻ. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ചും മാറ്റങ്ങൾ കണ്ടുപിടിച്ചും വീഡിയോ ഇടുമ്പോ അപ്പോൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യമില്ല. അമ്മമാരുടെ വീഡിയോ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അത് ലൈവിലാണോ പറഞ്ഞത്? നിങ്ങൾ റെക്കോർഡ് ചെയ്തില്ല? ഞാൻ സോഫ്റ്റ്വെയറിൽ സംസാരിക്കുമ്പോൾ. നമസ്കാരം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് CP ഷിഹാബും സായും കൂടി തന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ. നിങ്ങൾക്കറിയാം മുതുകാട് വിഷയത്തിൽ CP ഷിഹാബാണ് ഫസ്റ്റ് സുനിതാ ദേവദാസ് കുട്ടികളുടെ അമ്മമാരുടെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ട് ഈ വിഷയം സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് CP ഷിഹാബാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഷിഹാബ് അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഷിഹാബിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഷിഹാബ് കാര്യങ്ങൾ വന്ന് പറഞ്ഞു. പ്ലസ് ഷിഹാബ് ഏകദേശം 3/4 മണിക്കൂറിൻ്റെ ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. നിങ്ങൾ എത്ര പേര് ആ പ്രസ് മീറ്റ് കണ്ടു എന്നറിയില്ല. ഞാൻ ആ പ്രസ് മീറ്റും കംപ്ലീറ്റ് കണ്ടതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്നുള്ള ഒരു ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ മജീഷ്യനായിട്ടുള്ള, എനിക്ക് തോന്നുന്നു മുതുകാടിന് ശിഷ്യന തോന്നുന്നുണ്ട്, ഫാസിൽ ഇതിനെക്കുറിച്ച് കുറച്ചൊരു എക്സ്പ്ലനേഷൻ, അതായത് പുള്ളി പറയുന്നത് വെച്ചാൽ കുറച്ച് ബ്രേക്കിന് ശേഷം പുള്ളി ഒരു വീഡിയോ ചെയ്യുന്നത് 26-ന് ശേഷം ആളുടെ വേൾഡ് ടൂറും പരിപാടിയും കാര്യങ്ങളൊക്കെ തിരിച്ചെത്തിയതിന് ശേഷം ഈ വിഷയത്തിലുള്ള ആളുടെ അഭിപ്രായങ്ങളും അയാൾക്ക് അവൈലബിൾ ആയിട്ട് ഡേറ്റയും വെച്ചിട്ട് കുറച്ച് ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26 കഴിഞ്ഞോടുകൂടിയാണ് പുള്ളി കുറച്ച് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തു. എസ്പെഷ്യലി ഷിഹാബിനെ പോയി കണ്ടതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ പോലെ ഷിഹാബിനോട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അതിന് മനസ്സിലാക്കിയിട്ട് ആ ഇൻ്റർവ്യൂന്ന് ചില ഭാഗങ്ങൾ പെറുക്കിയെടുത്തുന്ന പോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ മുന്നിൽ അവതരിപ്പിച്ചു. ഓക്കെ, ഈ വീഡിയോസ് കണ്ടവർക്കറിയാം അതിന് നല്ല രീതിയിലുള്ള BGM കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് BGM കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ വെച്ച് കട്ട് ചെയ്തിട്ടും പ്രസ് മീറ്റിൻ്റെ കാര്യവും പിന്നെ ഷിഹാബിനായിട്ട് ഫാസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഈ 2 സംഗതികളും വെച്ച് നോക്കിയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ മനസ്സിൽ അത് എത്തുന്ന രീതിയിൽ എങ്ങനെ എത്തണം, അതായത് CP ഷിഹാബ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ അല്ല ഇതിൽ തന്നിട്ടുള്ള എന്നുള്ള രീതിയിൽ ഒരു പിക്ചർ പബ്ലിക്കിന് കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ ട്രിക്സ് ബൈ ഫാസിൽ ബഷീറിൻ്റെ വീഡിയോ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ട് രാവിലെ തന്നെ റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ റിപ്ലൈ ഫ്രം CP ഷിഹാബിൻ്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ ഉണ്ടായിരിക്കുമല്ലോ. ആ റിപ്ലൈ കൂടി വന്നതിന് ശേഷം ആവാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇന്ന് സീക്രട്ട് ഏജൻറ്റ് ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഫസ്റ്റ് ക്ലിപ്പിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. ബട്ട് ട്രസ്റ്റ് മീ, എനിക്ക് ഇത് കണ്ടത് എനിക്കിതിന്ന് മനസ്സിലായ ഒരു സംഭവം പറയട്ടെ. 3 കാര്യങ്ങളാണ് ഫാസിൽ ബഷീർ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഫാസിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വീഡിയോയിൽ ഒരു കാര്യത്തിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു അല്ലാതെ മേജറായിട്ട് ഉന്നയിച്ചിട്ടുള്ള 2 കാര്യങ്ങൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഷിഹാബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. കാരണം വെച്ചാൽ അത്യാവശ്യം 50 മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ് ഈ സീക്രട്ട് ഏജൻറ്റ് ചാനലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഫാസിൽ വളരെ പ്രോപ്പറായിട്ട് പുള്ളിക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ അറിയാം. പുള്ളി സൈക്കോളജിസ്റ്റ് എന്തോ ആണ് ഡെഫിനറ്റ്ലി. അപ്പോൾ പുള്ളി അത് വളരെ പ്രോപ്പറായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു. മേ ബി ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നറിയില്ല. സീക്രട്ട് ഏജൻറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒരുപാട് ലാഗ് ചെയ്തു പോയി. ബട്ട് ഐ വാസ് പേഷ്യൻ്റ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ 3 കാര്യങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾക്ക് ന്യായീകരണമായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനായിട്ട് എന്താണ് ഷിഹാബ് പറയുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് എനിക്കത് കണ്ട സമയത്ത് എനിക്ക് ഈ ഒരു 2 മേജറായിട്ട് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾക്കും അത് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണാൻ പറ്റിയിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നത് ഒരു വിഷയം കണ്ട ഉടനെ തന്നെ നമ്മൾ അഭിപ്രായം പറയുമായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു വേ ഒന്നും തൽക്കാലം മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം തിരക്കുകൾ കാരണം നമുക്ക് പെട്ടെന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വാട്ട് ഐ ഡിസൈഡഡ് ഇസ് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും 2-3 തരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുള്ള ചർച്ചകളും പലവരും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും ഇതൊക്കെ കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇനി എൻ്റെ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഒരു വിഷയം, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് വിഷയങ്ങൾ അയച്ചു തരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോലി തിരക്കുകൾ കാരണം പെട്ടെന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പക്ഷേ വീഡിയോ
കുറച്ച് ലേറ്റ് ആയാലും ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് നമ്മുടെ അഭിപ്രായമായിട്ട് വരും. പക്ഷേ ആ അഭിപ്രായം ഞാൻ ഒന്നും കൂടി ചേഞ്ച് ചെയ്ത് ഒന്നും കൂടി സോളിഡ് ആക്കിയിട്ട് ഒന്നും കൂടി ഹോംവർക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കിടക്കുന്നതിന് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ 3 കാര്യം ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്ലിക്കാവും. 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് ഷിയാബ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, ഈ ഒരു പ്രസ് മീറ്റിൻ്റെ സമയത്ത് ഷിയാബ് അഗ്രിമെൻറ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതായത് ഷിയാബിന് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് ഇങ്ങനൊരു വാക്ക്, ഇങ്ങനെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഷിയാബ് പറഞ്ഞു അത് പ്രസ് മീറ്റിൽ. പിന്നീട് പേഴ്സണലി ഈ ഫാസിൽ ഷിയാബിനെ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഷിയാബ് നേരെ തിരുത്തി പറയുന്നു എനിക്ക് അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ 2 ക്ലിപ്പും കൂടി നമ്മളെ മുന്നിലേക്ക് വെച്ചിട്ട് BGM വെച്ച് വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആസ് എ നോർമൽ പേഴ്സൺ നമ്മളെന്താ വിചാരിക്കുക, ഡെഫിനറ്റ്ലി ഷിയാബ് അവിടെ ഒരു നുണ പറഞ്ഞു. കാരണം വെച്ചാൽ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യം ഷിയാബ് നുണയായിട്ട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഇല്ല എന്നുള്ള കാര്യം ഇവിടെ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ ഷിയാബ് പറയുകയും ചെയ്തു. ഇതിന് പ്രൂഫായിട്ട് ഓഫർ ലെറ്ററും കാര്യങ്ങളും ഫാസിൽ ഇന്നലെ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, അപ്പോൾ അതിന് ഫാസിൽ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണ്, അല്ലെങ്കിൽ ഷിയാബ് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണ്? പ്രസ് മീറ്റിൽ ഷിയാബ് പറഞ്ഞിട്ടുള്ള അവരെന്നെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കണം. അവരെന്നോട് പറയുന്നുണ്ട് അവരൊരു അഗ്രിമെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ അഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഷിഹാബ് അഗ്രിമെൻ്റ് ഉണ്ടെന്നല്ല പറഞ്ഞത്. ഷിയാബ് പറയുന്നത് മുതുകാടിൻ്റെ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞു നിങ്ങൾക്കിവിടെ അഗ്രിമെൻ്റ് ഉള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഷിയാബ് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഷിയാബ് തരുന്നത്. ഓക്കെ, അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. ആ പ്രസ് മീറ്റ് തന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ അഗ്രിമെൻ്റ് ഉണ്ടെന്നല്ല പറഞ്ഞത്. അവിടെ അവർ വെച്ചിട്ടുള്ള അഗ്രിമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ പേരിൽ പേടിപ്പെടുത്തി എന്നല്ല, എന്നെ അതിൻ്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നല്ല, ഏകദേശം ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്കിതിലൊരു സംശയം വന്നത് എന്താ അറിയോ, ഷിയാബ് പ്രസ് മീറ്റിൽ വന്ന് പറയുകയാണ് എഗ്രിമെൻ്റ് ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കാണുന്ന ആസ് ഒരു നോർമൽ വ്യൂവർ എനിക്ക് മനസ്സിലാവുന്നത് എന്തെന്നറിയോ, ഷിയാബിനെ പോലെ എത്രയും ചിന്തിക്കാൻ കഴിവുള്ളൊരു വ്യക്തി ഒരാൾ ഷിയാബിനോട് വന്നിട്ട് പറയണേ എഗ്രിമെൻ്റ് ഇല്ല, നിൻ്റെ പേരിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അഗ്രിമെൻ്റ് ഇസ് ആ ഡോക്യുമെൻ്റ് വെച്ച് സൈൻഡ് ബൈ ബോത്ത് ദ പാർട്ടീസ്. അതൊരിക്കലും വേർബൽ അല്ല. വേർബലാണെന്ന് ഇന്നത്തെ ഇതിൽ പറഞ്ഞൊരു വേർബൽ അഗ്രിമെൻറ്റാണ്. പക്ഷേ അങ്ങനെ വെച്ചാൽ വേർബൽ അഗ്രിമെൻറ്റ് അഗ്രിമെൻറ്റ് എന്ന് എപ്പോഴാണ് വരിക, അത് 2 പേരും സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആവുന്ന സമയത്താണ് അഗ്രിമെൻ്റ് ആവുക അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ചിന്തിക്കാൻ കഴിവുള്ള ഷിയാബിനെ പോലൊരു വ്യക്തി ഡെഫിനറ്റ്ലി സമയത്ത് തന്നെ അങ്ങനെ ഒരു വർത്താനം ഷിയാബിനോട് പറയുന്ന സമയത്ത് തന്നെ ഷിയാബിന് തിരിച്ച് പറയാൻ തോന്നില്ലേ, ഡെഫിനറ്റ്ലി അപ്പോൾ തന്നെ ഷിയാബിന് മറുപടി കൊടുക്കാൻ തോന്നുമല്ലോ. എവിടെ അഗ്രിമെൻറ്റ്, ഞാൻ സൈൻ ചെയ്യാത്തൊരു അഗ്രിമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ കൗണ്ടർ സാധനം അവിടെ പൊളിഞ്ഞു പോയില്ലേ. അപ്പോൾ ഷിയാബ് എന്താണോ ആ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ളത്, പ്രസ് മീറ്റിൽ പറഞ്ഞു എഗ്രിമെൻ്റ് ഉണ്ടെന്നുള്ള അവർ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു, വേറെ അങ്ങനെ ഒരു അഗ്രിമെൻ്റ് തന്നെ ഇല്ല എന്നുള്ളത് ഷിയാബ് ഡയറക്റ്റ്ലി സമ്മതിച്ചു. അപ്പോൾ പ്രസ് മീറ്റിൽ കണ്ടൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രസ് മീറ്റും ഇപ്പോൾ ഫാസിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള വീഡിയോ വെൽ ഡൺ വീഡിയോ ആണത്. ഓക്കെ, വളരെ പ്രോപ്പറായിട്ട് എന്താ പറയുക പ്രോപ്പർലി എഡിറ്റ് ചെയ്ത് ആപ്റ്റ് BGMs ഒക്കെ ഞാൻ പറയാൻ വെച്ചാൽ ഒരാളുടെ തലയിൽ രജിസ്റ്റർ ആവാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലിപ്പ് എൻഡിങ്സും BGM കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഒരു വീഡിയോ, അതൊക്കെ എല്ലാവരും ചെയ്യേണ്ട രീതിയിൽ തന്നെ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 2 രീതിയിലുള്ള ഒരു സംസാരം ഷിയാബിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ളത് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും ഷിയാബ് പറയുന്ന സമയത്ത് എസ്പെഷ്യലി അഗ്രിമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഷിയാബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷനാണ് വരുന്നത്. ആ എക്സ്പ്ലനേഷൻ പലപ്പോഴായിട്ട് സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് സായിയുടേതായ വേർഷനിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തേ പേഴ്സണലി ഫീൽ ചെയ്തു. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇത് കേൾക്കാൻ ആഗ്രഹമുള്ളത് ഏതൊരു നോർമൽ പേഴ്സൺ ആണെങ്കിലും കേൾക്കാൻ ആഗ്രഹമുള്ളത് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറയും. അതായത് ഫ്രം ഷിയാബിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇത് കേൾക്കാൻ ആഗ്രഹമുള്ളത് അല്ലേ. ആ മറുഭാഗത്തുനിന്ന് മുതുകാടിൻ്റെ ഭാഗത്തുനിന്നാണ് കേൾക്കാനുള്ളത്. മുതുകാട് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഹി ഷുഡ് കം അപ്പ്. അത് ആളെപ്പോൾ വരുന്നു എന്ത് വരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ പല സിറ്റുവേഷൻസിലും ഈ ഷിയാബ് സംസാരിക്കുന്ന സമയത്ത് സായിയാണ് കയറി സംസാരിക്കുന്നത്. സായി പറയുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, പേപ്പറിലില്ലാത്ത കാര്യമാണ്, അത് വായ കൊണ്ട് സംസാരിച്ചു. നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ അതൊരു പ്രോപ്പർ കൺവിൻസിങ് എക്സ്പ്ലനേഷനായിട്ട് ഫീൽ ചെയ്തില്ല. ഇതാണ് ഒരു കാര്യം, അഗ്രിമെൻറ്റിൻ്റെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ ഗൾഫിൽ നിന്ന് 2 ലക്ഷം രൂപ ഷിയാബിനെ കൈ കൊടുക്കാൻ പറ്റില്ല എന്നൊരു സംഭവം ഉണ്ടായി. അവിടുന്ന് അതിൻ്റെ പേരിൽ തെറ്റിപ്പോയി, എന്നെ അവിടെ ഒറ്റക്കിട്ട് പോയി എന്നൊരു രണ്ടാമത്തെ ഒരു കാര്യം ഷിയാബ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫാസിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ഇത് വളരെ അത്യാവശ്യം എന്താ പറയുക, ഇത് ഈ ഫാസിൽ ഈ ഒരു സംഗതി പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഗൾഫിൽ വെച്ച് ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഫാസിൽ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ഷിയാബിൻ്റെ മാരേജ് ആയിരുന്നു. ഈ മാരേജിന് മുതുകാട് വന്നിട്ടുണ്ട്. ഇവർ തമ്മിലൊരു സീരിയസ് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇവരിവിടെ വരുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാബിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ വിളിക്കാത്ത, ഷിയാബും സായും കൂടി പറയുന്നതാണ്, വലിഞ്ഞു കയറി ചെല്ലുന്ന
ഒരു ഹാബിറ്റുള്ളൊരു വ്യക്തിയാണ് ഈ ഗോപിനാഥ് മുതുകാട്. അത് RK മലയത്തിൻ്റെ കേസിൽ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് സായി പറയുന്നത് RK മലയത്തിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിഞ്ഞു കയറി വരുന്നൊരു വ്യക്തിയാണ് മുതുകാട് എന്നുള്ള രീതിയിലാണ് ഇവരിത് പറഞ്ഞതിന് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇതേ സിറ്റുവേഷനിൽ ചിലപ്പോൾ കൗണ്ടർ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, മുതുകാട് ഈ പൈസ കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞൊരു സാധനമാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ പറഞ്ഞ സമയത്ത് അയാളുടെ മനസ്സിലൊരു ദേഷ്യമില്ല. ഇതൊക്കെ എനിക്ക് മാത്രം തോന്നുന്നല്ല കേട്ടോ. ഇത് കമൻറ്റ് ബോക്സിൽ ഇതേ ട്യൂൺ ഇതേ വേർഡ്സ് സംസാരിക്കുന്നുണ്ട്. പല ആൾക്കാരും ചോദിക്കുന്നത് അത് ചിലപ്പോൾ മുതുകാടിനെ പെയ്ഡായിട്ടുള്ള മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ എന്താണെന്നറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയും ചിന്തിക്കാൻ പറ്റും അല്ലേ. അയാളുടെ മനസ്സിലൊരു കാര്യങ്ങളില്ല, അയാൾ നോർമലായിട്ട് വിട്ട് കളഞ്ഞൊരു സംഭവം വീണ്ടും വന്നു. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഷിഹാബ് വീണ്ടും അതേ സ്ഥാപനത്തിൽ ജോലിക്ക് വീണ്ടും കുറച്ച് മാസങ്ങളിൽ പോകുന്നുണ്ടെന്നുള്ളത് ഫാസിൽ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിനും ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം പറയുന്നുണ്ട്, ഈ 25ഓളം കുട്ടികൾ അവിടെ പരിപാടി അവതരിപ്പിക്കുന്നു. അതിൽ 5 പേരെ മാത്രം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയുള്ളവരെ ആ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിടുന്നു. ഈ 5 കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഷിഹാബുണ്ട് 5 പരിപാടി അവതരിപ്പിക്കുന്നത്. പിന്നീട് ഒമാനിൽ നിന്നൊരു ഡെലിഗേറ്റ് വരുന്ന സമയത്ത്, ഒമാനിൽ നിന്നൊരു അവിടുത്തെ മിനിസ്റ്റർ ഒരു ലോക്കൽ വരുന്ന സമയത്ത് വീണ്ടും അവർക്ക് അവിടെ ഈ കുട്ടികൾ വീണ്ടും വന്നിട്ട് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു എന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. വന്ന സമയത്ത് ഷിഹാബ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർ ഗസ്റ്റ് വരുന്ന സമയത്ത് മാത്രം ഈ പുറത്തുനിന്നുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചു എന്നുള്ള ഒരു അലിഗേഷൻ കൂടി ഷിഹാബ് പറയുന്നുണ്ട്. ഇതും ഫാസിൽ പറയുന്നുണ്ട്. അതായത് ഗവൺമെൻറ് സൈഡിൽ നിന്ന്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് വന്നു, ഇവർക്ക് വരുന്ന ആൾക്കാർക്ക് അന്ന് പെർഫോം ചെയ്ത കുട്ടികളുടെ ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് അവരുടെ പെർഫോമൻസ് കാണണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൊണ്ടാണ് വിളിച്ചു വരുത്തുന്നത് പറഞ്ഞിട്ട് കുറച്ച് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഈ ഫാസിൽ ബഷീർ കാണിക്കുന്നുണ്ട്. ഫാസിൽ കാണിക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൻ്റെ PRO പറയുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണുന്നവർക്ക് അറിയില്ല. അത് ഇനി ഫാബ്രിക്കേറ്റ് ചെയ്തതാണോ അതാണോ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ PROക്ക് എന്ത് രീതിയിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കുന്ന എന്താ, പ്രോപ്പറായിട്ട് സോളിഡ് എവിഡൻസ് പോലെ ഒരു പേപ്പറും കൊണ്ടിട്ട് ഫാസിൽ ബഷീറിനെ പോലെ കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്ന ഒരു വ്യക്തി മുതുകാടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ന്യായീകരിക്കുന്നു എന്നുള്ള രീതിയിൽ വന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കതിൽ കുറച്ചൊക്കെ എന്തെങ്കിലും ജനുവിറ്റില്ല ഒരാൾ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇത്രയും പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ ഒന്നും പറയില്ലല്ലോ അല്ലേ. ബിക്കോസ് ഹി ക്യാൻ ബി ഓഡിറ്റഡ് ഡെഫിനറ്റ്ലി അല്ലേ. അപ്പോൾ ഷിഹാബിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് മറുപടിയായിട്ട് പ്രോപ്പർ ഒരു മറുപടി കൊടുക്കുന്നില്ല. 2-3 ഫോൺ സംഭാഷണങ്ങൾ കൊടുക്കുന്നു എന്നല്ലാതെ ഷിഹാബ് അപ്പോഴും പറയുന്നത് സായി 2 പേരും കൂടി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്ത് തെളിവുണ്ട് എന്നുള്ളൊരു ക്ലിപ്പ്. ഓക്കെ, കുറച്ച് തെളിവുകൾ കൂടി ഉണ്ട് ഈ സ്ഥാപനത്തിനെതിരെ. ആ തെളിവുകൾ കൂടി ഞങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞാൽ ആ സ്ഥാപനം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളത്. ആ ഒരു തെളിവ് എന്ത് വന്നാലും ഏതെങ്കിലും സംഗതികൾ എത്രത്തോളം ആയ സ്ഥിതിക്ക് ആ തെളിവ് കൂടി എന്തുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇടുന്നില്ല? കാരണം വെച്ചാൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, ഞാൻ ഇനി കമ്മിങ് ബാക്ക് ടു ദി ഒറിജിനൽ ടോപ്പിക്, ഞാൻ ഈ ഒരു മുതുകാട് വിഷയത്തിൽ ഒരു കാരണവശാലും മുതുകാടിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഉന്നയിച്ചിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, അവിടുത്തെ ഫൈനാൻഷ്യൽ ക്രമക്കേടോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല. ദി ആറ്റിറ്റ്യൂഡ്, ഈ മുതുകാട് എന്ന വ്യക്തി ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഇതുപോലുള്ള കുട്ടികളോടും കുട്ടികളുടെ അമ്മമാരോടും നടത്തുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, അയാളുടെ ബിഹേവിയർ, ഈ ബിഹേവിയറിനെയും അയാളത് ഇതിന് കേപ്പബിൾ അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അയാളുടെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ള ആ ഒരു ആരോപണമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. പക്ഷെ അതിന്ന് ഈ ആരോപണം ഉന്നയിച്ചതോടത്തുനിന്ന് സുനിതാ ദേവദാസ് കൊണ്ടുവന്നിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചതോടത്തുനിന്ന് CP ഷിഹാബ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും ഇവർ ആ അമ്മമാരുടെ അടുത്തേക്ക് ശ്രദ്ധ പോവാതെ ആ പറഞ്ഞ അമ്മമാരുടെ മെയിൻ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറിയിട്ട് ഇത് വേറുള്ള രീതിയിലേക്കും അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് അവിടെ നടക്കുന്നു എന്നാണ് ആരോപിച്ചിട്ടുള്ള CP ഷിഹാബിലേക്ക് പോവാണ്. വേറാസ് ഞാൻ ഫസ്റ്റ് ക്ലിപ്പ് പ്ലേ ചെയ്ത് ശ്രദ്ധിച്ചോന്നറിയില്ല, സായി പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട്, ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഓവർഫ്ലോ, എനിക്ക് ആ ഒരു യൂസേജ് മനസ്സിലായില്ല, ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് തീയതികളോ കാര്യങ്ങളോ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ബിക്കോസ് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത്രയും സമൂഹം ആരാധിക്കുന്ന ഒരു വ്യക്തി അല്ലേ, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള ഒരു കടുക് മണിക്ക് പോലും മാറാനുള്ള ഒരു ഗ്യാപ്പ് പോലും വരാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഒരിക്കലും. കാരണം വെച്ചാൽ നമ്മൾ എന്താണ് വളരെ ക്ലിയർ ആയിട്ട്, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ. അവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പല പല കാര്യങ്ങളും ഉണ്ടാക്കാം. എന്ത് രീതിയിൽ പോകുന്ന നിൽക്കാറില്ല, ഞാൻ എൻ്റെ ഒരു ലിമിറ്റഡ് നോളേജ് വെച്ച് പറഞ്ഞു എന്നല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നോക്കണമായിരുന്നു അല്ലേ. അപ്പോൾ ഇമോഷണലി നമ്മളുണ്ടായി പല സ്ഥലത്ത് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും വർഷങ്ങൾ മുന്നേ നടന്ന സംഭവമാണ്, വർഷങ്ങൾ മുന്നേ എത്ര വർഷങ്ങൾ മുന്നേ നടന്ന സംഭവമാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട സംഗതികൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിലൊരു മസാല മിക്സ് ചെയ്ത് വേറെ രീതിയിലാക്കി പറയാൻ പറ്റില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് ഇതുപോലെയുള്ള പല ആക്രമണങ്ങളും പല പ്രത്യാക്രമണം അല്ലേ പറയുക, ഇപ്പോൾ പല ആക്രമണങ്ങളും CP ഷിഹാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പരിപാടിക്ക് തുറന്നതെങ്കിലും
അത് കൂടി പല രീതിയിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ പ്രോപ്പർ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഷിയാബും സീക്രട്ട് ഏജൻറ്റും വന്ന് പറഞ്ഞെങ്കിലും ഈ 3 കാര്യം അഡ്രസ്സ് ചെയ്തതിലും എന്തുകൊണ്ടോ കൺവിൻസിങ് പോലെയുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിൽ ആ ഒരു വീഡിയോ ഒന്നും ഉണ്ടായില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ 50 മിനിറ്റിൻ്റെ വീഡിയോ ആണല്ലോ. 50 മിനിറ്റിൻ്റെ വീഡിയോ ആവുന്ന സമയത്ത് ഐ ഡോണ്ട് തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബി സീയിങ് ദി എൻറ്റയർ വീഡിയോ. ഒരുപാട് 50 മിനിറ്റൊക്കെ ബിക്കോസ് ഞാൻ ഈ ഒരു കണ്ടന്റ് ഫോളോ ചെയ്യുന്ന വ്യക്തി, പിന്നെ എനിക്കിതിന് വീഡിയോ ചെയ്യേണ്ടതും റിയാക്ട് ചെയ്യേണ്ട ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ 50 മിനിറ്റിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ 50 മിനിറ്റൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു 3 കാര്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ കൺവിൻസ്ഡ് ആയോ, നിങ്ങളുടെ എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ ഓണസ്റ്റ് ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ശരിയല്ലാത്തൊരു കാര്യം. ഈ ഒരു കാര്യം കൊണ്ട് ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തിക്ക് തന്നെ ശിക്ഷിക്കാവുന്ന രീതിയിലുള്ള കുറ്റവും കാര്യങ്ങളൊന്നും ഇതിലില്ല. പക്ഷേ ഇതിലെന്താ സംഭവിച്ചാൽ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ശരിയായില്ല. അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഡിവൈൻ എന്നല്ല എന്ന് പറയാം, ഉണ്ടാക്കി വെച്ചിട്ടുള്ള അബവ് നോർമൽ പേഴ്സൺ അല്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു പിക്ചർ ഡെഫിനറ്റ്ലി ഈ ഒരു ഇഷ്യൂ കൊണ്ട് പൊളിഞ്ഞു പോയി. ഓക്കെ, അത് ഡെഫിനറ്റ്ലി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത് സമൂഹത്തിന് മുന്നിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും പരിപാടിയും കാര്യങ്ങളായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് സോളിഡ് ആയിട്ടുള്ള എവിഡൻസും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സംഗതികളും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ആലിഗേഷൻസ് എല്ലാം തിരിഞ്ഞു കൊത്തുന്നത് മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് ബേസ്ലെസ് ആയി പോകും. നമ്മൾ ഹെൽപ്ലെസ് ആയി നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം ആൾക്കാർക്ക് തിരിച്ചു പറയാൻ വലിയ സമയമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു പെയ്ഡ് കമൻ്റ് ആണോ എന്നുള്ള അറിയില്ല. കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ഷിയാബിനെതിരാണ്. ഒരുപാട് സ്ഥലത്ത് ഡിസ്കഷൻസ് നോക്കുന്ന സമയത്തും ഞാൻ അതിശയിച്ചു പോയി. കാരണം ഇത്രയധികം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുതുകാടിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷം പോലും ഇപ്പോൾ ഈ ഒരൊറ്റ ഫാസിൽ ബഷീറിൻ്റെ വീഡിയോസ് വന്നതിന് ശേഷം സീക്രട്ട് ഏജൻറ്റ് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് കമൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാർ ചെയ്ത വീഡിയോന് അടിയൊക്കെ കമൻറ്റ് വരുന്നത് മുതുകാട് എന്ന വ്യക്തിനെ സപ്പോർട്ട് ചെയ്തിട്ട്. കാരണം വെച്ചാൽ സ്പഷ്ടമായിട്ട് ഫാസിൽ അവിടെ അവതരിപ്പിച്ചു ഷിയാബ് എന്ന വ്യക്തി, അടിസ്ഥാനപരമായിട്ട് ഷിയാബ് എന്ന വ്യക്തിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഐ തിങ്ക് ഈസ് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ചോ എന്ന് എനിക്കൊരു സംശയം തോന്നി, എനിക്ക് പോലും. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാക്ച്വൽ അതിൻ്റെ സൂപ്പർ എന്താ പറയുക പ്രോപ്പർ ഡോക്യുമെൻറ്റഡ് എവിഡൻസായിട്ട് ആണ് ഇനി ഷിയാബിൻ്റെ ഭാഗത്തുള്ള ടീം വരേണ്ടത്.